കൊന്നുകളയും ഞാൻ. സ്വന്തം പെങ്ങടെ കല്യാണം മുടക്കാൻ പോയേക്കണു. പെങ്ങളെ കെട്ടാൻ എന്ത് യോഗ്യതാടാ ഇവനുള്ളത്? നിന്റെ കൂടെ കളിച്ചു വളർന്നതോ? ആർക്ക് കൊടുത്താലും വേലയും കൂലിയില്ലാത്ത നിന്നെ പോലൊരുത്തിന് തരില്ല ഞാൻ എന്റെ മോളെ. പള്ളിമുറ്റത്ത് തോർത്ത് വിരിച്ചിരിക്കുന്ന തെണ്ടിക്കൊണ്ടല്ലോടാ പറയാനൊരു പണി. നിനക്കെന്താ ഉള്ളത്? എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നിനക്കിനി വല്ല പുതിയ മനസ്സിൽ കയറിയിട്ടുണ്ടോടി? ഉണ്ടെങ്കിൽ അങ്ങ് മറന്നേക്കണം, അതാ എല്ലാവർക്കും നല്ലത്. ഇനി ഇവന്റെ കൂട്ടും കൂടി ഇതുപോലെ വല്ല പോക്കരുത്തരത്തിനും പോയിന്ന് ഞാൻ അറിഞ്ഞ പേട്ടി നുറുക്കിക്കളയും ഞാൻ. അവനൊന്നും പറയണ്ട, എല്ലാത്തിനും കാരണം ഞാൻ നിർബന്ധിച്ചിട്ടാവും വന്നത്. എന്തിനാണാവോ? ഇവക്ക് വേറെ കല്യാണാലോചന എന്ന് കേട്ടപ്പോ വിളിച്ചിറക്കിക്കൊണ്ട് പോവാനാ ആദ്യം തോന്നിയത്. പിന്നെ എന്താ വേണ്ടാന്ന് വെച്ചത്? വിളിച്ചിറക്കിക്കൊണ്ട് പോവായിരുന്നില്ലേ? നീ പോയില്ല, നിനക്കറിയാം പോയ പട്ടിണി കിടന്ന് ചാവൂന്ന്. എടാ, ആദ്യം ആണുങ്ങളെ പോലെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി ഉണ്ടാക്കി, എന്നിട്ട് വന്ന് പെണ്ണ് ചോദിക്കും. അപ്പൊ ആലോചിക്കാം കല്യാണക്കാര്യം. പിന്നെ താൻ തോന്നിത്തരം കാണിക്കാനാണെങ്കിൽ ഇനി ഇവിടെ നടക്കില്ല, വേറെ സ്ഥലം നോക്കിക്കോണം. എന്താ ഈ കാട്ടണത്? കുറച്ച് കാശ് വേണം. ഒരു ജോലി കിട്ടുന്നവരെ പട്ടിണി കിടക്കാൻ പറ്റില്ല. ഹരി, നീ എങ്ങനും പോണില്ല. തടയണ്ട, ഞാൻ തീരുമാനിച്ചു. നീ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. നിന്റെ അച്ഛൻ പറഞ്ഞ യോഗ്യതകൾ നേടിക്കഴിയുമ്പോ അമ്മാവനോട് പറഞ്ഞേക്ക് ഈ പൈസക്ക് കണക്ക് വെച്ചോളാം. പലിശ സഹിതം തിരിച്ചു കൊടുത്തോളാം. എന്നാലും അത്രയും പറയണ്ടായിരുന്നു. ഒന്നുമില്ലേലും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ. എല്ലാം പറഞ്ഞതുപോലെ ഒരു തെളിവ് അവശേഷിപ്പിക്കരുത്. ഇന്ന് തന്നെ തീർക്കണം നായിന്റെ മോനെ. എന്നാ ശരി. നാണു, താൻ വെളുപ്പിന് എഴുന്നേറ്റ് പോര്. വെള്ളം തിരിക്കാൻ അനി വന്നോളൂ. വേണ്ട, ഞാൻ ചെയ്തോളാം. നാളെ കടയിൽ പോകാനുള്ളതല്ലേ അനിക്കുട്ടന്. 100 ആയുസ്സാ അനിക്കുട്ടന്. എന്താടാ, എന്തു പറ്റി? ഹരി പോയി. പോവേ? എങ്ങിട്ട്? അറിയില്ല, ഇനി വരില്ല. എന്തിനാണ് അച്ഛ എല്ലാരും ഇങ്ങനെ വേദനിപ്പിക്കണേ? അതുകൊണ്ട് എന്ത് സുഖം അച്ഛനെ കിട്ടണേ? ഇനി ഇതെല്ലാം വെട്ടിപ്പിടിച്ച് സ്വന്തം മക്കൾക്ക് തരാനാണ് മോഹമെങ്കിൽ അച്ഛനെ തെറ്റി. ഹരിക്ക് അവകാശപ്പെട്ട ഒരു പിടി മണ്ണ് പോലും ഞങ്ങൾക്ക് വേണ്ട.